ഹായ് എവരിവൺ, എല്ലാവർക്കും ലേൺ ആൻഡ് ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റിയാണ്. അതായത് നിങ്ങൾ തംബ്നെയിൽ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്. നമുക്കിപ്പോൾ ലോക്സഭ ഇലക്ഷനൊക്കെ വന്നതുകൊണ്ട് നമുക്ക് നല്ല ഹൈ വിക്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഫിയർ മാർക്കറ്റിൽ വരുന്നു, റിസ്ക്കും അതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്റ്റോക്കൊക്കെ എടുത്താലറിയാം, അത്രയും ഫാള് ലാസ്റ്റ് വീക്കൊക്കെ ഉണ്ടായി മാർക്കറ്റിൽ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോ ഒക്കെ മാക്സിമം റെഡ് ആവാനാണ് ചാൻസ്. പക്ഷേ റെഡ് ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ആയിരിക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി മുതൽ അതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാം. ഇനി ട്രേഡിങ് അറിയാൻ പാടില്ലാത്തവർ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാത്തവർക്കാണെങ്കിലും നമ്മൾ പറയാറുണ്ട്, ഏതൊരു സാധാരണക്കാരും എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് ഉള്ളത് അവരുടെ ഭാവിയിലേക്ക് ഏറ്റവും നല്ലതായിരിക്കും. അവർക്കൊരു അവർക്ക് എപ്പോഴും ചാർട്ട് നോക്കാൻ പറ്റില്ല, അനാലിസിസ് ചെയ്യാൻ പറ്റില്ല, സ്വിംഗ് ട്രേഡ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ഒരു ചാർട്ടോ ഒരു അനാലിസിസോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതൊരു സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. ആൻഡ് അതിന് നമുക്ക് വലിയ എമൗണ്ട് കാര്യങ്ങൾ അതും വേണ്ട. എല്ലാവരും ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് ലോട്ടറി എടുക്കുന്നുണ്ടല്ലേ. ആൻഡ് കുറേ പേര് നമുക്ക് തന്നെ ഒരുപാട് പേർക്കറിയാം, അതിൽ ക്യാഷ് ഒരുപാട് പേരുടെ പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയതിനെക്കാട്ടി അത്രയും കൂടുതൽ നിങ്ങൾ എടുത്തിട്ട് അത് കളഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ആ ലോട്ടറി നിങ്ങൾ അത് എടുക്കുന്നതിൻ്റെ ഒരു ശതമാനം മാറ്റി വയ്ക്കുക. അതല്ലെങ്കിൽ അത് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ ദിവസവും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അടിപൊളി റിട്ടേൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ആൻഡ് അത് വേറൊന്നുമല്ല, നമുക്കറിയാം, ആൻഡ് ഗോൾഡും സിൽവറുമാണ്. ഗോൾഡ് എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാവർക്കും നമ്മുടെ പത്രത്തിൽ എല്ലാവരും വായിക്കുന്ന മെയിൻ ന്യൂസാണ് ഗോൾഡിന് ഇന്ന് വില കൂടി, ഇന്ന് ഇത്ര കൂടി, അന്ന് ഇത്ര കൂടി എന്നുള്ളത്. ചിലപ്പോൾ തലേ ദിവസമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വലിയ അത്യാവശ്യം വന്ന് ഗോൾഡ് വിൽക്കുക അങ്ങനെ. അപ്പോൾ ഒരുപാട് ഫീൽ, പക്ഷേ അത് കൊടുക്കണ്ടായിരുന്നു, മനസ്സിൽ ഒരുപാട് ഫീൽ ഉണ്ടാവും. ഇനി അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എത്രയോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഗോൾഡിൽ മാക്സിമം നമുക്ക് അത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്കൊരു വിഷമമില്ലാണ്ട് നമ്മൾ മേടിച്ചിട്ടതും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും അത് എത്താൻ പറ്റണം. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ആർക്ക് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിനാകെ ആവശ്യം എന്നുള്ളത് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഫയേഴ്സും സെറോദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം. ബട്ട് കുറച്ചും കൂടി കംഫർട്ട്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഫയേഴ്സ് അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെ അത് മേടിക്കാം, എങ്ങനെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അത് കയറാം. ഇനി അത് കയറുമ്പോൾ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്നിട്ടും കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാൻ ഫോൺ നമ്പർ തരാം, എന്നിട്ട് അതിൽ വെച്ചിട്ട് ഡിമാറ്റ് അക്കൗണ്ട് സെറ്റാക്കാം. ഡിമാറ്റ് അക്കൗണ്ടിന് ആകെ വേണ്ടത് നമുക്കൊരു ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നമുക്കൊരു 6 month സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ചെക്ക് ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്കത് ഗൂഗിൾ പേ വഴിയൊക്കെ അതിൽ ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മൾ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ക്യാഷ് കളയാറുണ്ട്. പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ക്യാഷ് പോകണ പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് നിങ്ങളുടേതായ എമൗണ്ടിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ക്യാഷിനെ നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാം. ഇനി നാളെ നമുക്ക് നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 വർഷം 6 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഹ്യൂജ് റിട്ടേൺ നമുക്ക് തന്നെ അത് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം ഇനി മുതൽ ഇനി ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും അതിന് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സേഫ് ആക്കാം അല്ലേ. അങ്ങനെ നമുക്ക് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കതിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ആ ഫണ്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
സി അപ്പോൾ അതിനാകെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ജസ്റ്റ് മിനിറ്റ് ഓക്കെ നമ്മൾ ഗൂഗിൾ എടുത്തു. ഗൂഗിളിൽ ജസ്റ്റ് ഞാൻ ഫയേഴ്സിൻ്റെ അക്കൗണ്ട് വെച്ചാണ് കാണിക്കുന്നത്. അതിൽ ഫയേഴ്സ് ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. ഫയേഴ്സിൻ്റെ ലോഗിൻ ചെയ്യുക. ആൻഡ് ഫയേഴ്സിൻ്റെ ആപ്പ് മീൻസ് ഇത് ആപ്പ് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ത്രൂ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെബ് ത്രൂ ആണെന്ന് കാണിക്കുന്നത്. ഫയേഴ്സ് വെബിൽ പോവുക. ഫയേഴ്സ് വെബിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. സി അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി വന്നേ ഉള്ളൂ. സി ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിൽ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഗോൾഡ് ആൻഡ് സിൽവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗോൾഡ് ആൻഡ് സിൽവർ ഓക്കെ. എന്നിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുക. സി ഓൾറെഡി ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറഞ്ഞിട്ട്. സി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ അടിക്കുക. സി ഗോൾഡ് ETF എല്ലാവർക്കും ETF പറ്റി അത്യാവശ്യം അറിയുന്ന സാധാരണക്കാർക്ക് അറിയാൻ പറ്റിയില്ല. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അതവിടെ നമുക്ക് ഫുൾ ഫോം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സി ഗോൾഡ് ETF ഒരുപാട് ഗോൾഡ് ETF വന്നു. സി ഇവിടെ നമുക്ക് കാണാം നിപ്പോൺ NIP ഇന്ത്യ കാണാം, നിപ്പോൺ ഇന്ത്യ കാണാം. ആൻഡ് ഇത് ഓൾമോസ്റ്റ് ഫേമസ് നിപ്പോൺ ഇന്ത്യ തന്നെയാണ്. ഒരു NSE ആൻഡ് BSE ആണെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ HDFC കാണാം. 2 എക്സ്ചേഞ്ചിൻ്റെയാണ് NSE ആൻഡ് BSE. HDFC ഉണ്ട്, SBI ഉണ്ട്, ICICI പ്രൊഡൻഷ്യൽ ഉണ്ട്, കൊട്ടാക് ഉണ്ട്, LIC ഉണ്ട്. ആൻഡ് ഒരുപാട് പേരുടെ ഗോൾഡ് ETF കാണാം. പക്ഷേ നമ്മളിവിടെ ഒരുപാട് പേരെ നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NIP ഇന്ത്യ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം NIP ഇന്ത്യ എടുക്കാൻ നേരത്ത് സി നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ, വോളിയം വന്നതായിട്ട് കാണാം. എല്ലായിടത്തും വോളിയം വരുന്നുണ്ട്. വൺസ് വോളിയം റൈസ് ചെയ്ത് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ NIP ഇതിൽ എടുക്കുകയാണെങ്കിൽ സോറി ഇത് HDFC ആണ്. ജസ്റ്റ് മിനിറ്റ്. HDFC ആണെങ്കിലും സെയിം നമ്മൾ പറഞ്ഞത് തന്നെ നമുക്ക് വോളിയം കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ഗോൾഡ് ബീസിൽ തന്നെ NIP നോക്കി NIP ഇന്ത്യയിലും സെയിം കാണാം, നമുക്ക് വോളിയം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ HDFCക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, NIP ഇന്ത്യയിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ വോളിയം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു പ്രൈസിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങി. അപ്പോൾ വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് കാണാം. ആൻഡ് ഇവിടെ വയസ്സിൽ നമ്മൾ ഒരു ബൈ 1 ഗോൾഡ് വാങ്ങി. ട്രേഡ് അല്ല കൊടുക്കേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിക്ക് ഓൾമോസ്റ്റ് ഒരു 60 റുപ്പീസാണ് വരുന്നത്. ജസ്റ്റ് 60 റുപ്പീസ്. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു ക്വാണ്ടിറ്റിക്ക് 60 ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു 10 എണ്ണം മേടിക്കാൻ ഉദ്ദേശിച്ചു എന്ന് വെക്കുക. 605 രൂപ. ഇനി നിങ്ങൾക്ക് 5 എണ്ണം മേടിക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് കാണാം ഇവിടെ 300 രൂപയുടെ ഇതേ വരുന്നുള്ളൂ. ആൻഡ് പ്രൈസ് ഇവിടെ ഓൾറെഡി ഇതായിരിക്കും. ജസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ബൈ 5. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് മാർക്കറ്റിലല്ല, അതുകൊണ്ടാണ് റിജക്ഷൻ വന്നത്. അപ്പോൾ അതോടുകൂടി എന്തായി, നമുക്ക് അത്രയും ക്വാണ്ടിറ്റി സാധാ സ്റ്റോക്ക് മേടിക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് വാങ്ങാൻ കഴിഞ്ഞു. ഇനി അപ്പോൾ അവിടെ എന്തായി, ലിക്വിഡിറ്റി കണ്ടിട്ടാണ് നമ്മൾ NIP കയറിയത്. അതുപോലെ തന്നെ നമുക്ക് ഇനി വേറൊരു ഗോൾഡ് ETF കൂടി നോക്കാം. ഗോൾഡ് ETF എന്നും പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഈവൻ നമ്മൾ ഫോണിലാണെങ്കിൽ നമുക്ക് ആപ്പിൽ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കൊട്ടാക്കിൻ്റെ ഒന്ന് നോക്കാം. കൊട്ടാക്ക് ഒന്ന് എടുത്തു. കൊട്ടാക്കിൽ നമുക്ക് കാണാം അവിടെ അതിൻ്റെ പ്രൈസ് ഏകദേശം മൂവ് ആവുന്നുണ്ട്. ബട്ട് അത്രയും വോളിയം അല്ലേ, ഈ അടുത്താണ് കൊട്ടാക്കിൻ്റെ ഓപ്പൺ ആയെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു വോളിയം ലാസ്റ്റായിട്ടൊന്നും അധികം കാണാനും കഴിഞ്ഞിട്ടില്ല അല്ലേ, മീൻസ് അവിടെ വോളിയം ഒക്കെ കയറി വന്നേ ഉള്ളൂ. എനിവേ കൊട്ടാക്കും ഓക്കെ ഫൈനാണ്, നമുക്ക് വലിയ ഒരു പ്രശ്നം വന്നതായിട്ട് തോന്നുന്നില്ല. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. ഗോൾഡ് ETF എന്നും പറഞ്ഞിട്ട് നമുക്ക് ICICI പ്രൊഡൻഷ്യൽ നോക്കാം, അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ICICI പ്രൊഡൻഷ്യൽ. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വോളിയം തീരെയില്ല. ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു റിസ്ക് മാത്രമാണ് നമുക്ക് ഇതിൽ ഒഴിവാക്കുന്നത്. ഇവിടെ നമുക്ക് വോളിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റിസ്ക് അത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ റിസ്ക് എന്ന് പറയുന്നത് വൺസ് നമ്മൾ ഇവിടെ നമ്മൾ വാങ്ങിച്ചു, ഇവിടെ നമ്മളിത് വാങ്ങിച്ചു, സെല്ലല്ല ബൈ ചെയ്തു.
ബൈ ചെയ്തിട്ട് നമുക്കിനി വൺസ് അത് സെല്ല് ചെയ്യാൻ നോക്കുമല്ലോ, സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ ആ കറക്റ്റ് എക്സാക്റ്റ് പ്രൈസ് വന്നോന്നില്ല. കാരണം എന്താ, അത് ലിക്വിഡിറ്റി അല്ലെങ്കിൽ അവിടെ നമുക്ക് ആ പ്രൈസ് കിട്ടില്ല. മീൻസ് അതിൻ്റെ ലോ പ്രൈസിലൊക്കെ ആയിരിക്കും നമുക്ക് എന്താ അതൊരു ഇപ്പോൾ കൊടുക്കൽ വാങ്ങൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അപ്പുറത്തുനിന്ന് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ ആരും ഇല്ലാണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്താക്കുന്നത്, കുറച്ചും കൂടി ലിക്വിഡിറ്റി ആയിട്ടുള്ളതിലേക്ക് നമ്മൾ നോക്കുക. അതിനാണ് നമ്മൾ NIPയോ നിപ്പോണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി HDFCയോ. അപ്പോൾ ലിക്വിഡിറ്റി ഒന്ന് മാത്രം നോക്കുക. അതല്ല ബാക്കിയെല്ലാം ഓക്കെയാണ്. മീൻസ് ഇവിടെ നിന്ന് നിങ്ങൾ ഏത് പ്രൈസിൽ മേടിച്ചാലും നമുക്ക് നിപ്പോണിൽ ഒന്ന് ലാർജ് ടൈം ഫ്രെയിം വെച്ചിട്ടൊന്ന് നോക്കാം. ഗോൾഡ് ETF നിപ്പോണ്ട ഗോൾഡ് ETF ആണ് നോക്കുന്നത്. ജസ്റ്റ് ഇവിടെ നമുക്കറിയാം നല്ല ലിക്വിഡിറ്റി വന്നിട്ടുണ്ട് ആൻഡ് നല്ല രീതിയിൽ ഗോൾഡ് മൂവ് ചെയ്തിട്ടുമുണ്ട്. എത്ര രൂപയാണ് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിസ്സാര രൂപ, മീൻസ് 50-52 രൂപയ്ക്കൊക്കെ ആയിരുന്നു മീൻസ് നല്ല രീതിയിൽ പോയത്. അപ്പോൾ ഈസി ആയിട്ട് ഇവിടെ കാണാം, നമുക്ക് നല്ല റാലിയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഇതിൽ വിട്ടേക്കാം. നമുക്ക് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ആവശ്യമില്ല. ഏതൊക്കെ പ്രൈസിൽ വരുന്നു ആ പ്രൈസിൽ എനിക്ക് കുറച്ച് എത്ര ആഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ആഡ് ചെയ്യുക. എന്തായാലും ഗോൾഡാണ്, നമുക്കറിയാം അത് പ്രൈസ് എന്താണ് മേളിലേക്ക് തന്നെ പോവുള്ളൂ. ഇനി ഗോൾഡിൽ മാത്രം ആക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ പറയാറുള്ളത് നമുക്ക് എന്താക്കാം, നമുക്ക് സിൽവറിലും ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് നമ്മൾ സിൽവർ ETF നോക്കാം. അപ്പോൾ വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി സിൽവറിലോ അല്ലെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി മീൻസ് നമുക്ക് ഗോൾഡിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിടാം. സിൽവർ ETF എന്ന് വെച്ചാൽ സിൽവർ ബേസ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓരോ എന്തിലും വേണ്ടി നിപ്പോണിൻ്റെ തന്നെ ഉണ്ട്. നിപ്പോൺ എടുക്കാം. നിപ്പോൺ എടുത്തിട്ട് സിൽവറിൻ്റെ ഓൾമോസ്റ്റ് 83 ആണ്. കുറച്ചും കൂടി ഗോൾഡിനേക്കാളും കുറച്ചും കൂടി മൂവ്മെൻറ്റ് വന്നത് സിൽവറിലാണ്. അപ്പോൾ സിൽവറും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സിൽവറിൻ്റെ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സിൽവറിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കേണ്ടത് എന്താണ്, ഈ ഒരു കാര്യം മാത്രമാണ് അല്ലേ, വോളിയം മാത്രമാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ബാക്കി എന്ന് വെച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യുക, ഇഷ്ടമുള്ള എമൗണ്ട് ആഡ് ചെയ്യുക. ആൻഡ് മീൻസ് നമ്മൾ പറയാറുള്ള മാതിരി ഇതിൽ എന്താക്കുക, നമ്മൾ ഒരു ദിവസം നമുക്ക് എത്ര മാറ്റി വെക്കാൻ പറ്റുന്നോ ആ ഒരു ഇതിൽ മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു എന്താ പറയുക ഒരു സംഭവമാണ് ഗോൾഡും സിൽവറും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അധികം എന്താ പറയുക റിസ്ക് കാര്യങ്ങളൊന്നുമില്ല ആൻഡ് പൈസയും കുറച്ച് മതി. എന്താ പറയുക, നമുക്ക് ഈ ജ്വല്ലറി പോയി മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പണിക്കൂലി അങ്ങനെ നമ്മൾ ഇനി അത് കൊടുക്കാൻ പോയാൽ നമുക്ക് അതിൻ്റെ ശതമാനക്കുറവും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ആൻഡ് എല്ലാവർക്കും മേടിക്കാൻ പറ്റണം എന്നും ഇല്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്താക്കാം, ഓരോരുത്തർക്കും എത്രയും മേടിക്കാൻ പറ്റുന്നത് അത്രയും നിങ്ങളുടേതനുസരിച്ച് മേടിക്കുക. ആൻഡ് എന്താ പറയുക, നമുക്ക് ഭാവി സേഫ് ആക്കാൻ നോക്കുക. ആൻഡ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് വിക്സ് മീൻസ് അത് മാർക്കറ്റ് ടേംസ് ആണ്, എന്നാലും വിക്സ് കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫെയർ കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം പോണത് ഗോൾഡും സിൽവറിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാൻസും ആരും മിസ്സാക്കാണ്ടിരിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.